റെഡിയാണ് സാർ. യെസ്, തുടങ്ങാം. ഇവിടുത്തെ പേഷ്യൻസ് അല്ല, ഒറ്റപ്പെട്ടവരും തോറ്റുപോയവരും. എന്തുകൊണ്ട്? തോറ്റുപോയതുകൊണ്ട്. ജീവിതത്തിൽ ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. ഡിപ്രഷനൊക്കെ ഒരു പ്രശ്നമാണോ? ഡിപ്രഷൻ ഒരു പ്രശ്നമാണല്ലോ. എല്ലാ പ്രശ്നങ്ങളുടെ അവസാനം ബഹളമാണല്ലോ. ആണ്. ഹാപ്പിനെസ്. ഞാനെന്തിനാ ഇതൊക്കെ വലിച്ചു കയറ്റുന്നത്? ഹാപ്പിനെസ്. സി, അവർക്ക് അഡിക്ഷനിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഹാപ്പിനെസ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. പതിമൂന്നിലത്തെയാ. ഇവിടുന്ന് പോണോന്നാ പറയുന്നത്. ആളകത്ത് കയറ്റിയിട്ടുണ്ട്, പക്ഷെ അത്ര തണുത്തിട്ടില്ല. തണുപ്പിക്കാം. എവിടെയായിരുന്നു? ഫോൺ വിളിച്ചെടുത്തൂടെ? എന്തേ മിസ് അടിച്ച? ഇതെന്താ? ചായച്ച വാങ്ങിച്ചതാ. കളാവോ? നന്നായിട്ടുണ്ട്. ഇത് നമ്മുടെ സോഫി ചേച്ചി ഇല്ലേ? ഏത് മേക്കപ്പ് ചെയ്യുന്ന ചേച്ചിയോ? ആ, ഇതിട്ടിട്ട് ആ കുന്തത്തിന്റെ മണ്ടക്കൂടെ നടന്നാൽ അത്രേ മിസ് വേൾഡ് കിട്ടുന്നേ. ആഹാ, ഇപ്പൊ കിരീടം വെക്കാൻ പോവാണല്ലേ രാജാവാര്. എന്താണ് നവീനെ, പ്രശ്നമാണല്ലോ. ആൾക്കാരെ കാണല്ലേ? എനിക്ക് മനസ്സിലാവും. ഈ ദേഷ്യവും വിഷമവും ഒക്കെ ഡിപ്രഷൻ ഒരു ഭാഗമാണ്. എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. അവര് നോക്കുമ്പോ വട്ടാണെന്നോ ഭ്രാന്താണോ എന്നൊക്കെ പറയും. അത് വേണം? അത് വേണ്ട. അടുത്ത ആഴ്ച ഡിസ്ചാർജ് ഇല്ലേ? നമുക്ക് 2 ആഴ്ച കൂടെ ഇവിടെ നിന്നിട്ട് ഹാപ്പി ആയിട്ടങ്ങ് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഡിപ്രഷൻ ഒരു അസുഖമല്ല, അതൊരു അവസ്ഥയാണ്. അങ്ങയുടെ ഉദ്ദേശ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ. നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിലൂടെയാണ്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എന്റെ സമയമായി ഞാൻ ആളെ വരാം. ഒരു കാര്യം പറയട്ടെ. എന്താ? പുതിയ ചെരുപ്പ് കൊള്ളാം, സൂപ്പർ. പിന്നെ ഓപ്പണാണ്, ഒരു കാര്യമില്ലാതാണ് അയാൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. സംതിങ് ഫിഷ്. ഇനി അയാളുടെ സ്റ്റോക്കിൽ നിന്ന് എടുത്താൽ ഇനി ഇതെങ്ങാണായിരിക്കും. നമ്മളാദ്യം
അറിഞ്ഞിട്ടില്ല പാരൻസ് ഉണ്ട്. പറഞ്ഞു കളിച്ചാലോ? എടോ വാടോ. ഏമാ എന്താ എൻ്റെ പേര് പേരെന്താ? നവീൻ. മറ്റേ പുള്ളിയുടെ സാധനം എടുത്ത് അടിച്ച കേസ്. ഞാൻ പറഞ്ഞില്ലേ പെട്ട് പെട്ട് പെട്ട്. ശരിക്കും നമ്മൾ ആരും അറിഞ്ഞായിരുന്നോ? നമുക്ക് ടേസ്റ്റ് വാങ്ങിയാലോ? അടച്ച 13-ാം തീയതി ഞാൻ ഇവിടുന്ന് പോകും. 15-ാം തീയതി പുതിയ ഡോക്ടർ വരും. അപ്പോൾ ഒരു ദിവസം 14 ഇങ്ങനെല്ലാം കൂടിയൊക്കെ നോക്ക്. കുപ്പിയും പോയി 12-ാം തീയതി എനിക്കൊരു ഫെയർവെൽ പാർട്ടി വേണം. അപ്പൊ എല്ലാം വിട്ടോ. പെട്ടി വരില്ലേ? അതൊക്കെ വന്നോളൂ. താൻ വയ്ക്കോ. ജോൺ ഒനായി. അമ്മച്ചി ആ പെട്ടി ഇങ്ങ് തന്നേക്ക്. അതെ, പെട്ടി. ഓനായി സാർ ഇവിടുത്തെ പഴയ ഒരു അറ്റൻഡർ ആയിരുന്നു. പുള്ളി പറഞ്ഞിട്ടുള്ള കേട്ടറിവാ. ഇയാളുടെ തല കോളമാണ്. അല്ല, ഇവിടുന്ന് ഓരോ ഡോക്ടർമാരും പോകുന്നതിൻ്റെ അന്ന് രാത്രി ഒരു പെട്ടി, ഒരു പച്ചപ്പെട്ടി, സംതിങ് ഹ്യൂജ്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആ പെട്ടി കാണില്ല. അതിനകത്തെന്താ? അതിനുള്ളിൽ എന്താണെന്ന് ആരും കണ്ടിട്ടില്ല. പക്ഷെ അത് നമ്മൾ കാണും. എങ്ങനെ തുറന്നിട്ട്? അതെ, തുറക്കും. 13-ാം തീയതി രാത്രി നമ്മൾ ആരും അറിയാതെ അത് തുറക്കും. അതിൽ നിന്ന് എന്ത് കിട്ടിയാലും ഈ കൃഷി നോ കടിപിടിക്കും. ഓക്കെ ലിയ, എന്റെ ഷെയർ നീ എടുത്തോ. ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അല്ല, പെട്ടി പോയാലേ അത് നമ്മളെടുത്താന്ന് മനസ്സിലാവില്ല അവർക്ക്. അതിനുള്ളിൽ എന്താണെങ്കിലും നമ്മൾ അതെടുക്കുന്നു. അതിന് പകരം മറ്റെന്തെങ്കിലും അതിനുള്ളിലേക്ക് വെക്കുന്നു. എന്നിട്ട് പെട്ടി രാത്രി തന്നെ അവിടെ തിരിച്ചു വെക്കുന്നു. രാവിലെ അവരത് പോയി എടുക്കുന്നു. നമ്മൾ സേഫാ. പണ്ട് എനിക്ക് ജോസഫ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രാത്രി 1 മണി 2 മണി സമയത്ത് ഇവനിങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വീടിൻ്റെ അടുത്തൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ താഴെ ഒരു തട്ടടയിൽ നിന്ന് 2 ചായയൊക്കെ വാങ്ങി ഒരു സിഗരറ്റും വലിച്ച് ആകാശം ഇങ്ങനെ നോക്കിയിരിക്കും. എന്ത് ഫീലാന്നറിയോ? അവിടെ പോണമെന്നുണ്ടോ? പിന്നെ പോണം, എന്തായാലും പോണം. പക്ഷെ എന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ?
അങ്ങനെയല്ല, അതിന് മുൻപ് പോയാലോ? എങ്ങനെ? നമുക്ക് ഈ 13-ാം തീയതി പോവാം. ഇവിടെ ഡോക്ടർ ഉണ്ടാവില്ല. ശരിക്കും പോകാൻ പറ്റുമോ? പ്രോമിസ്? പ്രോമിസ്. പ്രസാദാ, എന്താണ് പ്ലാൻ? കണ്ടു ജോബി, ഇത് എ ബ്ലോക്ക്, ഓക്കെ, ഇത് ബി ബ്ലോക്ക്. ഓക്കെ, അന്ന് ഈ എ ബ്ലോക്കിൽ ആരും ഉണ്ടാവത്തില്ല. അന്ന് രാത്രി നമ്മൾ ആരും അറിയാതെ അവിടെ കയറി പെട്ടിയെടുക്കുന്നു, ഗ്രില്ല് ചാടുന്നു, നമ്മൾ സേഫ്. അല്ല അപ്പൊ സെക്യൂരിറ്റി ഇല്ല, 10 മണിക്കല്ലേ നമ്മൾ പോകുന്നത്. പിന്നെന്താ പ്രശ്നം? അയാൾ ഉറങ്ങുമായിരിക്കും. അപ്പൊ വല്ല ശബ്ദവും കിട്ടാ അയാൾ ഇരുന്നേറ്റാലോ? ആ അതെ. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. അപ്പൊ സെക്യൂരിറ്റി ആയിരുന്നു സെറ്റ് അല്ലേ? അല്ല, സേവനപ്പാബു അയാള് ചത്താലും കണ്ണടക്കില്ല. ഓ, അയാള് കണ്ട 2 ആഴ്ചയല്ല 2 വർഷം ഇവിടെ കിടക്കേണ്ടി വരും. സേവനബാബു അല്ലേ, അയാൾ എന്ത് സംഭവിച്ചാലും 10-നും 11-നും ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി CCTV റൂമിൽ നിന്ന് പുറത്തേക്ക് പോകും. ആ ഒറ്റ മണിക്കൂർ നമ്മൾ പെട്ടി അവിടുന്ന് എടുക്കുന്നു, അതിലെ സാധനം മാറ്റുന്നു, പെട്ടി തിരികെ വെക്കുന്നു. നാളെ ഡോക്ടറുടെ ഫെയർവെൽ പാർട്ടി, അത് കഴിഞ്ഞാൽ നമ്മുടെ സക്സസ് പാർട്ടി. അതെ, അയാള് പോയോ? 10 മണിയായോ?
moment. Oh baby, hold my hand and run. You got me, I got you. That's നമുക്ക് അയാളെ ഉറക്കിയിട്ട് വരാം. ഓർക്കാനോ ഇനി നീ ഒരു അക്ഷരം വേണ്ടി ഇവിടെ കാലക്കടക്കം ചെരുപ്പെടുത്തിന്റെ അണ്ണാക്കി തള്ളി തരും ഞാൻ. അല്ലെങ്കിൽ പോയി അയാൾ പുറത്തുണ്ടോ? കുഴപ്പമില്ല കുഴപ്പമില്ല, അത് പുറത്തില്ല. excuse me. Bye guys. എടാ ഒന്ന് വന്നടാ, പെട്ടി ഒന്ന് പോടാൻ പറ്റി. ഒന്ന് വേഗം പോടാ. നീ വരുന്നില്ലേ? ജോബി 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 വേറെ പണി പോകും. വാ. പിടിക്കാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ ഓർമ്മയില്ല. കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, പക്ഷേ കണ്ടിട്ടില്ലെങ്കിലും മറക്കില്ല.